Dear students, hope you are all doing well. ഇന്ന് നിങ്ങളുടെയൊക്കെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ സെഷൻ ചെയ്യണത്. അതായത് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. കാരണം എസ്പെഷ്യലി സ്റ്റുഡൻസ് ആർ ഫേസിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഒരുപാട് പേര് പറയേണ്ടായി. കാരണം എസ്പെഷ്യലി എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ പേര് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മാനേജ്. അപ്പം ചിലവർക്ക് ചിലപ്പോൾ ലാപ്പ് കിട്ടില്ല, ചിലവർക്ക് ഫോണായിരിക്കും കിട്ടുക. അപ്പോൾ എസ്പെഷ്യലി ദിസ് സെഷൻ ഐ എം ഡെഡിക്കേറ്റിംഗ് ടു 11th and 12th കമ്പ്യൂട്ടർ സയൻസ് ഓർ IP, whichever it is. ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്യണത്. ഓക്കെ, ഡെഡിക്കേറ്റ് ചെയ്യണത്. ഓക്കെ, സോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ടു ഡൂ ദറ്റ് SQL എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡിൽ റൺ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അത് യൂസ് ചെയ്തു, സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ ടെർമെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് വീഡിയോ സെഷൻ ഉണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കാണാൻ ബാക്കി ഉണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദിസ് വൺ. ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ക്വയറീസ് യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമൻറ്റ് ബോക്സ് ഓൾസോ. അത് കറക്റ്റായിട്ട് ഇൻസ്റ്റലേഷൻ അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡൂ. ഇതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിലുണ്ട്, അത് പോയി നോക്കുക. ഇപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾക്ക് 11th-ൻ്റെയും 12th-ൻ്റെ സിലബസിലുള്ളത് പൈത്തണും MySQL ആണ് അല്ലേ. ഫ്രണ്ട് എൻഡായിട്ട് പൈത്തണും ബാക്ക് എൻഡായിട്ട് MySQL ആണ് ഉള്ളത് പഠിക്കാൻ. അപ്പോൾ SQLൻ്റെ പ്രോബ്ലം ഏകദേശം സോൾവ് ആയി. എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം, ഈ മൊബൈലിൽ തന്നെ SQL ക്വയറീസ് അതിൻ്റെ എല്ലാം തന്നെ നമ്മൾക്ക് സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പൈത്തൺ എങ്ങനെയാണ് ഇതിൽ ചെയ്യുക? ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. പൈത്തൺ എന്താ പറയുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഈ ലാപ്പില്ലാത്ത സ്റ്റുഡൻസിന് എങ്ങനെയാണ് അതൊരു സൊല്യൂഷനാക്കി കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഓരോ പ്രോഗ്രാംസ്, ചിലപ്പോൾ സിമ്പിൾ പ്രോഗ്രാംസ് വർക്ക് ചെയ്യും, പിന്നെ അത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ അപ്പോൾ തുടക്കക്കാർക്ക് അത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒന്ന് കിട്ടിയതാണ് Pyroid 3 എന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, എല്ലാം യൂസർ ഫ്രണ്ട്ലിയാണ്, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് ഇത് വളരെ നല്ലൊരു ആപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷൻ ചെയ്യുന്നത്. 11th and 12th ആർക്കൊക്കെ ഉണ്ടോ, ആരൊക്കെ പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. അവരൊക്കെ 11th and 12th പഠിക്കുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആർക്ക് വേണ്ടി ആയാലും അല്ലേ. ഇപ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പല രീതിയിലും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് പൈത്തൺ പ്രോഗ്രാം പഠിക്കാനായാലും അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പഠിക്കാനായാലും അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾ ഷെയർ ചെയ്തോളൂ, അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അധികം എക്സ്പ്ലനേഷൻ ഇല്ലാത്തതിന് നിങ്ങൾക്ക് Pyroid 3യുടെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പൈത്തണിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, എഡിറ്ററായിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾക്ക് നമ്മുടെ പൈത്തൺ കമാൻഡ്സ് ഒക്കെ എക്സിക്യൂഷൻ ഉണ്ടായിട്ടുള്ള. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാലോ നമ്മുടെ പൈത്തൺ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അതിൽ ഷെൽ മോഡും ഉണ്ട്, സ്ക്രിപ്റ്റ് മോഡും ഉണ്ട്. ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ് മോഡിൽ തന്നെ ചെയ്യാൻ പറ്റും, ഫയൽ മോഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അത് സേവ് ചെയ്തിട്ട് നമുക്കിത് അവിടെ ഒരു യെല്ലോ ബട്ടൺ കണ്ടു, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഒരു കമാൻഡ്സും ടൈപ്പ് ചെയ്യാത്തതുകൊണ്ട് നത്തിങ് ഹാസ് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങാം. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു, ഞാൻ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ അസൈൻ ചെയ്തു 2 വേരിയബിൾസ് ഐ എം ടേക്കിംഗ് ഹിയർ. ജസ്റ്റ് ഇനീഷ്യലൈസ്, ഐ എം നോട്ട് യൂസിങ് എനി ഇൻബിൽറ്റ് ഫങ്ഷൻസ് ആൻഡ് ഓൺലി input and also how many functions are there. I am just explaining how it is working properly എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് ചെയ്ത് പ്ലസ് വൈ എന്നാക്കണം അല്ലേ. x = 10, y = 10, c = x + 5. ഓക്കെ, ഇപ്പോൾ സം പ്രിൻ്റ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ളൊരു കോഡാണിത്. കണ്ടോ, സം ഈസ് 30. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൈത്തണിന് ബ്രേസസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് സിയിലായാലും ജാവയിലായാലും ബ്രേസസ്, ബ്രാക്കറ്റ്സ്, സെപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഡൻറ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ x =
50 പറഞ്ഞിട്ടൊരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ്. ഫംഗ്ഷൻ ഓക്കെ, അതിലൂടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എൻ്റെ എക്സ് തന്നെയാണ്. ഞാനത് കൊടുത്തു. പിന്നെ നമ്മുടെ സിൻടാക്സ് എന്ന് പറയുന്നത് കോളൻ ഇടണം, മറക്കരുത്. ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായെന്നിടം ഓട്ടോമാറ്റിക്കലി ഇൻഡൻറ്റേഷൻ. സിൻടാക്സ് കറക്റ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഇൻസേർട്ട് ദിസ് വൺ. അപ്പം പിന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് പിന്നെ നമുക്കറിയാമല്ലോ ലോജിക്കലി നമ്മൾക്ക് ഇൻഡൻറ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടി വരും. അതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡൻറ്റേഷൻ മാറ്റാം. പക്ഷേ ഇൻഡൻറ്റേഷൻ്റെ മീനിങ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഒരു ലോക്കൽ വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്തു ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇവിടെ അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഞാൻ എൻ്റർ ചെയ്തപ്പോൾ ഇതാണ് എൻ്റെ ഇൻഡൻറ്റേഷൻ ലെവൽ വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ എന്ത് ചെയ്തു, ഒരു ലോക്കൽ വേരിയബിളും കൂടി ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ അതിനൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്, എന്താണ് എൻ്റെ ആൻസർ വരിക എന്ന് ഒന്ന് നോക്കാം. പ്രിൻ്റ് എക്സ് കൊടുത്തു ഞാൻ. ഓക്കെ, അതിന് ശേഷം ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഇപ്പോഴാണ് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്തു. പിന്നെ എനിക്ക് ഇൻഡൻറ്റേഷൻ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ മൊബൈൽ ഫോണിലുള്ള നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ പ്രിൻ്റ് കൊടുത്തു. ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം പ്രിൻ്റ് കൊടുത്തു. നമുക്ക് നോക്കാം എന്താ ആൻസർ വരിക എന്നുള്ളത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഓക്കെ, അപ്പോൾ അതിൽ 50 മാത്രമേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. ഏതാണ് ഈ പ്രിൻ്റ് ടെക്സ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഡൻറ്റേഷൻ ഒന്ന് മാറ്റി നോക്കാം. അതാ ഇവിടുത്തെ ഇൻഡൻറ്റേഷൻ ഒന്ന് മാറ്റി നോക്കാം. നിങ്ങൾക്ക് ആ ഇൻഡൻറ്റേഷൻ്റെ മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ്. കണ്ടോ, അൺഎക്സ്പെക്റ്റഡ് ഇൻറ്റൻറ്റ് എന്ന് വന്നു. അപ്പോൾ നമ്മളിത് ബാക്ക് പോയി. കണ്ടോ, ഇൻഡൻറ്റേഷൻ ഇവിടെയാണ് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഏത് ഫംഗ്ഷൻ അകത്തുള്ള പ്രിൻ്റ് ചെയ്യുമായിരുന്നു. കണ്ടോ 52. കണ്ടോ, ഇൻഡൻറ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻഡൻറ്റേഷൻ ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഇൻഡൻറ്റേഷൻ ഞാനവിടെ മാറ്റി കൊടുത്തു കരുതിക്കോളൂ. കണ്ടോ, മറ്റൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഇൻഡൻറ്റേഷൻ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫംഗ്ഷൻ എപ്പോഴും നമുക്ക് കോൾ ചെയ്യുമ്പോൾ ജനറലായിട്ട് അതിൻ്റെ അടിയിലല്ല കൊണ്ടുവരണം. കാരണം ഇപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കണം. നമ്മൾ ഈ ഇൻഡൻറ്റേഷനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ബ്രേസറിനെ പോലെ തന്നെ അതിനകത്ത് വരുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു, എന്നിട്ട് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്നത് ആദ്യത്തെ 50 പ്രിൻ്റ് ചെയ്തു, 2 ലോക്കൽ പ്രിൻ്റ് ചെയ്തു, പിന്നെ പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ പിന്നെയും ഏതിൽ വന്നു, നമ്മളുടെ ഗ്ലോബൽ വേരിയബിൾ വന്നു. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏത് ഇത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. കണ്ടോ, സേവ് ചെയ്യാനുള്ള സേവ് ചെയ്തു, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾക്ക് ഈ പേരിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ സേവ് ആസ് കൊടുക്കണമെങ്കിൽ സേവ് ആസ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, എന്നിട്ട് അതിലെനിക്ക് പുതിയത് വേണമെങ്കിൽ പുതിയത് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ ഐ എം ഡെഡിക്കേറ്റിംഗ് ദിസ് ടു ഓൾ ഓഫ് യു. സോ എല്ലാവരും പ്രോഗ്രാംസൊക്കെ ഇതിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ലാബ് കിട്ടണില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കരുത്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കിട്ടണില്ല പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കരുത്. നമുക്ക് ഏത് ചലഞ്ചസ് വന്നാലും അതിന് മീതെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി നമ്മളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. സോ വിഷ് യു ഓൾ ഗുഡ് ലക്സ് ഡിയർ സ്റ്റുഡൻസ്. സോ 3 കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സ് ചെയ്യാൻ മറക്കില്ലല്ലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.